ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഒരു ചെറിയ ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കാണേ. അപ്പോൾ നമുക്ക് അബുദാബി കാഴ്ചകൾ കണ്ടു തുടങ്ങാം. പിള്ളേരെയും കൊണ്ട് പാർക്കിലോട്ടൊക്കെയാണ്, കോർണിഷ് സൈഡിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. ജുവലിൻ ജസ്ലിന് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ജുവലിന് കാറിൽ കയറി കഴിഞ്ഞാൽ നിൽക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. ജസ്ലിൻ ഇടയ്ക്ക് നിൽക്കും, ഇരിക്കും, അങ്ങനെ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹം എപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഈ കോർണിഷിൻ്റെ അവിടെ എത്തി. ജസ്ലിൻ്റെ സൈക്കിളും ജുവലിൻ്റെ ബോളും ഒക്കെ വണ്ടിയെ കരുതിയായിരുന്നു നമ്മൾ. ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ ചവിട്ടി നടക്കാൻ. പിന്നെ ഇവിടെ എല്ലാം ആര്യവേപ്പ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തണലിന് വേണ്ടി ഇഷ്ടംപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആര്യവേപ്പ് എല്ലായിടത്തും ഉണ്ടേ. അതുപോലെ തന്നെ യു എയിൽ എവിടെ നോക്കിയാലും പൂച്ചയുണ്ടാവും. ഇതിനെ അവർ വളർത്തുന്ന കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ്. ഫുഡൊക്കെ കൊടുത്ത് നല്ല രസമാണ്. എല്ലാ പൂച്ചയും നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ജസ്ലിനാണെങ്കിൽ പൂച്ചയെ, പട്ടി, പശു ഇങ്ങനെയുള്ള നാലിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മൃഗസ്നേഹിയാണെന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് അതിൻ്റെ കൂടെ കളിക്കാനും തൊടാനും ഒക്കെ. പിന്നെ പൂച്ച അടുത്തോടെ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി, ഇനി വല്ല മാന്തുകയും ചെയ്താലോ എന്ന് വിചാരിച്ചപ്പോൾ അകലെ നിന്ന് കണ്ടു കൊഞ്ചിച്ചോളാൻ പറയും, എന്നാലും അടുത്ത് പോകും. നേരെ ഓപ്പോസിറ്റ് ജുവലിനാണെങ്കിൽ കായയും പൂവും കോലും ഒക്കെ പറക്കി നടക്കാനാണ് ഇഷ്ടം. കണ്ടില്ല നടക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് സോഫിറ്റലിൻ്റെ അവിടെ വന്നു, ഹോട്ടലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇതാക്കി പിള്ളേർക്ക് കളിക്കാൻ സൗകര്യത്തിനാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബോൾ കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ ഇത് കണ്ടോ, നല്ല സൗകര്യമാണ്. അപ്പോൾ ഒരാൾ ബോളും കളിക്കുക, ഒരാൾ സൈക്കിളും ചവിട്ടി നല്ല പോലെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് രണ്ടുപേരും ബെഞ്ചേ വന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ പാർക്കിക്ക് ഇനിയും പോകണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ശരി, സൈക്കിളും ബോളും ഒക്കെ ചവിട്ടി മടുത്തു, എന്നാൽ പാർക്കിലോട്ട് ഇനിയും പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. ജോലി അതിൻ്റെ ഇടയ്ക്കും പോയി ഇലയൊക്കെ പറിച്ച് വെക്കുക, എന്നിട്ട് ഇത് വീട്ടിലോട്ടും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കും ഇങ്ങനെ നമ്മുടെ അപ്പൂപ്പന്താടി പോലത്തെ നാട്ടിലൊക്കെ കാണാറുള്ള, ഇവിടെ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാം. അത് ഞാൻ ഊതിയൊന്ന് കളിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ആല്, ശരി നമ്മുടെ നാട്ടിലെ ആലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ശരിക്കും ആലിലെയാണ് ആ ആല്. അപ്പം ഞാൻ ഒരു ആലിലെയൊക്കെ പറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ തൊട്ടിപ്പുറത്ത് ഈ സൂക്ഷിച്ച് നോക്കിയാൽ കാണാവേ, ഇത് ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ ചെടി വെച്ചേക്കുക, അതിങ്ങനെ കറങ്ങുക. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഈ ഒരു സമയമായി കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലവർ നട്ടുപിടിപ്പിച്ചേക്കുക കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ ഒരു ഭയങ്കര നല്ല കാര്യം കേട്ടോ. ഇവിടെ നോക്കിയാലും നമുക്ക് ഭയങ്കര മനസ്സിന് തന്നെ ഒരു സുഖമാണ്. ഇതുകൊണ്ട് ഇത് ഭംഗിയായി പോവുകയാണ്. പൂവിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ചെടിയുടെ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയാണ്, നനച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത്. അതിനൊക്കെ വേണ്ടി പ്രത്യേകം പണിക്കാരെ നിർത്തിയിട്ടുണ്ടേ. എന്ത് ഭംഗിയാണെന്നറിയോ, റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പല കളറിൽ. അതുപോലെ തന്നെ ഈ കടലാസ് റോസും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ വന്നു. ജോലി ഭയങ്കരമായിട്ട് കളിക്കുക. പിന്നെ ഇവരിവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ രണ്ട് മാടത്തെയാണെന്ന് തോന്നിയത്, മൈനയല്ല മാടത്തെയാണ്. അതിനെ കണ്ട് അതിൻ്റെ പുറകെ ഓടി. അപ്പോഴത്തേക്കും വൈകുന്നേരമായി തുടങ്ങി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് നമുക്ക് പോവാം, ബീച്ച് സൈഡിലോട്ട് പോകാമെന്നും പറഞ്ഞ് വന്നു. അപ്പോൾ വീണ്ടും പൂച്ചയെ കണ്ടു. ആ പൂച്ച രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് കടിപിടി കൂടി ഓടി. ജസ്ലിൻ വീണ്ടും അവിടെ സ്റ്റക്കായിട്ട് നിന്നു. പിന്നെ അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴത്തേക്കും പട്ടി വരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറേ പട്ടി ഉണ്ടാവും. ഈ സൈഡിലോട്ട് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ വാക്കിങ്ങിന് പട്ടിയായിട്ട് നടക്കുന്നൊരു ടൈമാണ്. അപ്പോൾ കുറേ പട്ടികളെയൊക്കെ കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി ഇതിനെയൊക്കെ കാണുമ്പോൾ ഇവർക്ക്. നല്ല രസമാട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ. നല്ല തണുത്ത കാറ്റും. ആ കാണുന്നൊരു ഹോട്ടലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ സോഫിറ്റിൽ അങ്ങനെ കുറേ ഹോട്ടലുകളും ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ ഈ സൈഡിൽ ബീച്ചും. നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ സ്പീഡ് ബോട്ടും യാട്ടും ഒക്കെ പോകുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് അവിടെ പോയി കയറാൻ പറ്റും. ഫോറിനേഴ്സൊക്കെ ആണെങ്കിലും ഒരുപാട് വിസിറ്റ് ചെയ്യുന്ന ടൈമല്ലേ ഇപ്പം. അപ്പം നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് ഓരോരുത്തർ ഇങ്ങനെ പൂച്ചയ്ക്ക് കൊടുക്കുക. എന്നിട്ട് ഈ പൂച്ച ഇതൊക്കെ കഴിക്കുക. ഇവരിവിടെ ഓടി തകർത്ത് കളിച്ച് നടക്കുക കേട്ടോ. പിന്നെ ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവർക്ക് മീനൊക്കെ കിട്ടുന്നുമുണ്ട് കേട്ടോ. ഫിലിപ്പീനിയോസ് അവർ നന്നായിട്ട് മീനെ പിടിക്കുക. നല്ല രസമാണ്. രാത്രിയാകുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴത്തേക്കും രഞ്ജിത്ത് പിള്ളേരെ നോക്കി. പിന്നെ രഞ്ജിത്തിൻ്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ അവിടെ സംസാരിച്ചിരിക്കുക. അപ്പം ഞാനിങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നിൽക്കുക. പക്ഷേ നമുക്കിങ്ങനെ മുഖമൊക്കെ ഒട്ടു കേട്ടോ, ഒരു ഉപ്പിൻ്റെ ഒരു ഇതുകൊണ്ട്. നല്ല രസമല്ലേ, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല പ്രകാശവും വെള്ളവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ ഈ സൈക്കിൾ കണ്ടോ, ഈ സൈക്കിൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വേണേ ഇങ്ങനെ ഓടിക്കാം കേട്ടോ. നമ്മൾ അത് പേ ചെയ്താൽ മതി. ഫോണിൽ കൂടെ തന്നെ ഓൺലൈൻ ചെയ്യുക, എന്നിട്ട് നമുക്കെടുത്ത് ഓടിക്കാം.
അങ്ങനെ വിശപ്പൊക്കെ ആയി ഞങ്ങൾ പിന്നെ വന്ന് ഈ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഷവർമയും ചായയൊക്കെ കുടിച്ച് രഞ്ജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മോളുടെ സൈക്കിളൊക്കെ എടുത്ത് എല്ലാവരും ഓടിച്ചു. പിന്നെ അവിടെ ഇതുപോലെ സ്കൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഈ സ്കൂട്ടർ എടുത്ത് ഓടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്തെ ഒരു ഐസ്ക്രീം മേടിച്ചു. സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നേ. ഇതൊക്കെ കഴിച്ച് പിന്നെ പതിയെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ? ടാറ്റാ ബൈ, സീ യു.